ഹായ് ബുദ്ധാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SCERTയുടെ ക്ലാസ് 9ൻ്റെ ചാപ്റ്റർ 10 ആയ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ പതിവ് പോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് റിയൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പം ആദ്യം പറയാനുള്ളത് 2 kinds ഓഫ് നമ്പേഴ്സാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. നമ്പേഴ്സിനെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്ന നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഇത് നമ്മൾ ആദ്യം പഠിക്കണം. ഇറാഷണൽ നമ്പേഴ്സ് എന്താണ്? റേഷണൽ നമ്പർ എന്താണ്? ഇറാഷണൽ നമ്പർ. ആദ്യം നമ്മൾ റേഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും എന്താണെന്ന് നമ്മൾ ആദ്യം വ്യക്തമായി പഠിക്കണം. അതായത് റേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, എത്ര തരത്തിലുള്ള നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഫ്രാക്ഷണൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഇൻറ്റിജേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ പെടും? റേഷണൽ നമ്പേഴ്സിൽ പെടും. അതായത് റേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാ നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ഫ്രാക്ഷൻസ്, ഈ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ പറയുന്ന പേരാണെന്ത്? റേഷണൽ നമ്പേഴ്സ്. എന്ന് പറഞ്ഞാൽ നാച്ചുറലായും ഇൻറ്റീജേഴ്സ് പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്തിട്ടും ഫ്രാക്ഷനായിട്ടും നമുക്ക് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? റേഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഫ്രാക്ഷണൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെ. ഫോർ എക്സാമ്പിൾ √2 അല്ലേ? √2 എന്ന് പറയുന്ന നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്രാക്ഷനായി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? √2, √3 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇപ്പോൾ 5 നാച്ചുറൽ ആണ്, 6 നാച്ചുറൽ നമ്പറാണ് അല്ലേ? -3 റേഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നോക്കുക, ഇവിടെ ഈ 5, 6, -3 എന്ന് പറയുന്ന നമ്പേഴ്സിനെ സാധാ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് ഇതിനെ ഏത് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഫ്രാക്ഷണൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്തായിരിക്കും? 5 എന്ന് പറഞ്ഞാൽ 5/1 അല്ലേ? ഒരു നമ്പറിൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? 5 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്ന് പറഞ്ഞാൽ /1, 6 എന്ന് പറഞ്ഞാൽ 6/1, 3 എന്ന് പറഞ്ഞാൽ -3/1. എന്നാൽ √2, √3ൻ്റെ വാല്യൂ ഇപ്പോൾ 5/1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 5/1 എന്ന് പറഞ്ഞാൽ എത്രയാണത്? അതിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. 6/1 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഇവിടെ √2നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? √2/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിരുന്നാലും √2ൻ്റെ വാല്യൂ എന്തായിരിക്കും? √2 തന്നെയായിരിക്കും. അതിനെ നമുക്ക് ഫ്രാക്ഷനായി പറയാൻ പറ്റില്ല. കാരണം അത് മാത്രമല്ല, അത് നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റാഷണൽ നമ്പേഴ്സ്, പഠിക്കാനുള്ളത് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പം റിയൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ എന്തറിയണം? എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്, എന്താണ് റേഷണൽ നമ്പേഴ്സ്, എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ പറയാം: ദ നാച്ചുറൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ് ആൻഡ് ദെയർ നെഗറ്റീവ്സ് വിത്ത് 0 ആസ് വെൽ ആസ് ആർ കളക്റ്റീവ്ലി കോൾഡ് റാഷണൽ നമ്പേഴ്സ്. അപ്പം നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്? 1, 2, 3, 4 എന്ന് പറയുന്ന നമ്പേഴ്സ്. ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ 1/2, 3/3, 4/4 അല്ലെങ്കിൽ 5/7, ഇതൊക്കെ ഫ്രാക്ഷൻസ്. ആൻഡ് ദെയർ നെഗറ്റീവ്സ്, അതായത് ആൻഡ് ദെയർ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്തായിരിക്കാം? നെഗറ്റീവ്സ് ആവാം. ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? നെഗറ്റീവ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. വിത്ത് 0 ആസ് വെൽ ആസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ്. ഇതിൻ്റെ കൂടെ എന്തും പെടാം, 0യും കൂടി പെടാവുന്നതാണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പം നാച്ചുറൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ് വിത്ത് നെഗറ്റീവ്, 0s ഒക്കെ നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറയാം. അടുത്തത്, ദ നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് ഫ്രാക്ഷൻസ് ആർ കോൾഡ് ഇറാഷണൽ നമ്പേഴ്സ്. നമുക്ക് ഫ്രാക്ഷൻസ് ആയി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാം? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഏതായിരുന്നു? √2 ഒക്കെ. അടുത്തത്, ഓൾ റാഷണൽ നമ്പേഴ്സ് ഹാവ് എ കോമൺ ഫോം x/y. അപ്പോൾ ഇതിൽ നിന്ന് ഈ 2 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? എല്ലാ റേഷണൽ നമ്പേഴ്സിനും ഹാവ് എ കോമൺ ഫോം x/y അല്ലേ? എല്ലാ റേഷണൽ നമ്പേഴ്സിൻ്റെയും കോമൺ ഫോം എന്തായിരിക്കും? x/y എന്നുള്ള ഫോമിലായിരിക്കും. വേർ x ആൻഡ് y ആർ നാച്ചുറൽ നമ്പേഴ്സ്. കണ്ടോ? എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ഏത് ഫോമിലായിരിക്കും എന്നാണ് പറയുന്നത്? x/y എന്ന് പറയുന്ന ഫോമിലായിരിക്കും. ഏത്?
റേഷണൽ നമ്പേഴ്സ് ഒക്കെ എന്തായിരിക്കും x/y എന്ന് പറയുന്ന ഫോമിലായിരിക്കും. ആൻഡ് എക്സ് ആൻഡ് വൈ ആർ നാച്ചുറൽ നമ്പേഴ്സ്. നോക്കൂ നിങ്ങൾ, ഇവിടെ 2 നാച്ചുറൽ നമ്പർ ആണ്, 5 നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഓർ ദർ നെഗറ്റീവ്സ് വിത്ത് പോസിബിളി 0. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പർ ആണെന്ന് പറയാം. -3/2 ഇതെന്തായി? നെഗറ്റീവായി. ഇതും എന്തായിരിക്കും? റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി 0 എന്ന് പറഞ്ഞാൽ 0നെ നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പർ ആണെന്ന് പറയാം. കാരണം 0 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0/1 എന്ന് പറയാം. അപ്പോൾ ഇതും ഫ്രാക്ഷണൽ ഫോമിലായി. ഇതിനെയൊക്കെ നമുക്ക് എന്താ പറയാവുന്നതാണ്? റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ പെടാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ പറയുന്ന ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ദ സം ഓഫ് 2 റാഷണൽ നമ്പേഴ്സ് ഈസ് എ റാഷണൽ നമ്പർ. അല്ല, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമ്മളോടൊന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ദ സം ഓഫ് 2 റാഷണൽ നമ്പേഴ്സ് ഈസ് എ റാഷണൽ നമ്പർ. 2 റാഷണൽ നമ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ സമ്മ് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്ന പറയുന്നത്? ഒരു റാഷണൽ നമ്പർ ആയിരിക്കും കിട്ടുക. ദർ ഡിഫറൻസ്, അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ, പ്രൊഡക്റ്റ് കണ്ടാൽ, കോഷ്യൻ്റ് ഡിവിഷൻ ചെയ്താൽ, ഇതൊക്കെ നമുക്ക് എന്തായിരിക്കണം? റാഷണൽ നമ്പേഴ്സ് തന്നെയാണ് കിട്ടുക എന്ന് നമ്മൾ ചെറുതായി ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം ആദ്യം സം ഓഫ് 2 റാഷണൽ നമ്പേഴ്സ് അല്ലേ? 2 റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം 2 + 5 എന്ന് എടുക്കാം. 2 + 5 = 7. 7 എന്ന് പറഞ്ഞാൽ ഏത് ഫോമാണ്? 7/1 റാഷണൽ നമ്പർ ആണ്. അടുത്തത് ദർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 9 - ഫോർ എക്സാമ്പിൾ 2.5 എടുത്ത് നോക്കാം. 9 - 2.5 നോക്കാം. 9 - 2.5 അല്ലേ? 6.5 നോക്കൂ. 6.5 എന്ന് പറഞ്ഞാൽ ഏത് ഫോമിൽ എഴുതാൻ പറ്റും നമുക്ക്? 65/10. ദിസ് ഈസ് ഓൾസോ എ ഫ്രാക്ഷണൽ, ഈസ് ഇൻ ദ ഫ്രാക്ഷണൽ ഫോം അല്ലേ? അടുത്തത്, അപ്പോൾ ഇതെന്താണ്? റേഷണൽ ആണ്. ഇത് റേഷണൽ ആണ്, ഇത് റേഷണൽ ആണ്. ഇനി അടുത്തത് പ്രൊഡക്റ്റ്. 3/4 × 2/6 നോക്കൂ. 3 2s are 6, 24. ഇറ്റ്സ് ഓൾസോ ഇൻ ദ ഫ്രാക്ഷണൽ ഫോം. അടുത്തത് കോഷ്യൻ്റ്, പ്രൊഡക്റ്റ് ആൻഡ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവിഷൻ ചെയ്യാം. 3/4 / 5 നമുക്ക് എങ്ങനെ എഴുതാം? 3/4 / 5/1 ഈസ് ഈക്വൽ ടു 3/4 × 1/5. റെസിപ്രോക്കൽ എടുക്കണം. 3/20. ഇതൊക്കെ എന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. അപ്പം ഈ പറയുന്നതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തു, റാഷണൽ നമ്പേഴ്സാണ്. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കേസ് എടുത്ത് നോക്കാം. അടുത്തത് സം ഓഫ് 2 ഇറാഷണൽ നമ്പേഴ്സ്. 2 ഇറാഷണൽ നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് കണ്ടു നോക്കാം. ഫോർ എക്സാമ്പിൾ √2 + √5 എന്ത് ചെയ്യും? √2 + √5 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആൻസർ ഈസ് ഈക്വൽ ടു √2 + √5 അല്ലേ? √2 + √5 എന്ന് പറയുന്ന ഫോമിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് റൂട്ട് ഒരുമിച്ച് എഴുതി √10 എന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ √2 + √5. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ സമ്മ് ഇവിടെ എന്തായി? ഇറാഷണൽ നമ്പർ തന്നെയായി. ഇനി നമുക്ക് നോക്കാം. 1 - √2 + 1 + √2. 1 - √2 + 1 + √2 എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പം 1 നമുക്ക് നമ്പേഴ്സിന് ആദ്യം ഒരുമിച്ച് എഴുതാം. 1 + 1 -√2 + √2 അല്ലേ? ഇവിടെ എന്ത് സംഭവിച്ചു? -√2ഉം -√2ഉം ക്യാൻസൽ. 1 + 1 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ഇത് റാഷണൽ നമ്പർ ആണ്. അപ്പം 2 റാഷണൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് റാഷണൽ നമ്പേഴ്സ് ആണ്. ഇവിടെ നമുക്ക് എന്ത് പറയാം? 2 റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ എന്തും വരാം, റാഷണൽ നമ്പറായും വരാം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി, ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ എന്താ പറയുന്നത് നോക്കാം. യൂസിങ് കോമൺ ഫോം ഓഫ് റാഷണൽ നമ്പേഴ്സ്, prove that the sum, difference, product and quotient of any 2 rational numbers is again a rational number അല്ലേ? 2 റാഷണൽ നമ്പേഴ്സ്, അതായത് ദ കോമൺ ഫോം ഓഫ് റാഷണൽ നമ്പേഴ്സ്. കുറച്ച് റാഷണൽ നമ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ സമ്മ്, പ്രൊഡക്റ്റ്, കോഷ്യൻ്റ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ആൻസർ കിട്ടുന്നത് എന്തായിരിക്കണം? റാഷണൽ നമ്പേഴ്സ് ആണെന്ന് നമ്മൾ കോമൺ ഫോം വെച്ച് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻറ്റിജേഴ്സ് എടുക്കാം അല്ലേ? ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായി? പോസിറ്റീവായി നെഗറ്റീവ് നമ്പേഴ്സും ആയി. അപ്പോൾ നമുക്ക് പറയാം കൺസിഡർ ദ ഇൻറ്റിജേഴ്സ്. ഏതൊക്കെ ഇൻറ്റിജേഴ്സ് എടുക്കുക? ABCD എന്ന് പറയുന്ന ഇൻറ്റിജർ എടുക്കുക. ABCD. ആദ്യം നമ്മൾ സമ്മാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ABCD എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സ് നമ്മൾ എടുത്തു. ഇനി നോക്കാം. A/B + C/D. A/B + C/D നമ്മളോട് പറഞ്ഞത് റാഷണൽ നമ്പേഴ്സ് ആയിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ A/B C/D റാഷണൽ നമ്പേഴ്സ് ആക്കി എടുത്തു. സം എന്താ വരിക? നമുക്കറിയാം BD ആയിരിക്കും എന്ത് വരിക? ഡിനോമിനേറ്റർ വരിക. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പം AD + BC/AD. നോക്കൂ നിങ്ങൾ,
എ ഡി പ്ലസ് ബി സി. ഈ ഡി എന്ന് പറയുന്നതിനെ എ ബി എന്ന് പറയുന്ന ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബി എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ സി ബൈ ഡി എന്ന് പറയുന്ന ഫ്രാക്ഷൻ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ ഡി പ്ലസ് ബി സി ബൈ ബി ഡി അല്ലേ? എ ഡി പ്ലസ് ബി സി ബൈ ബി ഡി. അപ്പോൾ നമുക്കറിയാം എന്ത്, എയും ബിയും സിയും ഡിയും ഒക്കെ ഇവിടെ എന്താണ്, ഇൻറ്റിജർ ആണ്. സോ നമുക്ക് പറഞ്ഞിവിടെ ഇത് റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞിവിടെ എ ഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് എ റാഷണൽ നമ്പർ ആണ്, ഡി റാഷണൽ നമ്പർ ആണ്. എന്തായാലും എ ഡി എന്തായിരിക്കും, റാഷണൽ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്, സി എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്. നമ്മളിവിടെ ബിയും സിയും ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ബി സി എന്തായിരിക്കും, റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ബി ഡിയും അതുപോലെ തന്നെ എന്തായിരിക്കും, ഇൻറ്റിജർ ആണ്, ബിയും ഡിയും. സോ ഇതിൻ്റെ പ്രൊഡക്റ്റും എന്തായിരിക്കും, റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ ഇൻറ്റിജേഴ്സ് ആണെങ്കിലും റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, റാഷണൽ നമ്പർ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എ ഡി പ്ലസ് ബി സി ബൈ ബി ഡി ഇസ് ഓൾസോ എ റാഷണൽ നമ്പർ. അപ്പം ഇതിൻ്റെ സമ്മ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ഡിഫറൻസ് നോക്കാം. ഇതുപോലെ തന്നെ ഡിഫറൻസ് എങ്ങനെ എടുക്കാം നമുക്ക്? എ ബൈ ബി, ഇത് ജനറൽ ഫോമിൽ നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, കോമൺ ഫോം. അപ്പോൾ ഈ കോമൺ ഫോമിൽ എ ബി സി ഡി എന്ന് പറയുന്ന ഫോമിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. എ ബൈ ബി മൈനസ് സി ബൈ ഡി എന്ത് വരും? എ ഡി മൈനസ് ബി സി ബൈ ബി ഡി. ഇവിടെ എന്ത് വരും? എയും ഡിയും എന്താണ്, എയും ഡിയും ഇൻറ്റിജർ ആണ്. സോ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും. അതുപോലെ തന്നെ ബിയും സിയും ഇൻറ്റിജർ ആണ്, പ്രൊഡക്റ്റ് ഓൾസോ ഇൻറ്റിജർ. സോ ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. ബി ഡിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതെന്തായി, റാഷണൽ നമ്പേഴ്സ് ആയി. ഇത് മൈനസ് ചെയ്ത് ബൈ ഫ്രാക്ഷൻ, അതായത് എ ഡി മൈനസ് ബി സി ബൈ ബി ഡി, ഇതിനെ നമ്പേഴ്സ് ആക്കി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതെന്തായിരിക്കും, ഒരു റാഷണൽ നമ്പർ തന്നെ ആയിരിക്കും. ഇതുപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. പ്രൊഡക്റ്റ് എ ബൈ ബി ഇൻറ്റു സി ബൈ ഡി ഇസ് ഈക്വൽ ടു എ സി ബൈ ബി ഡി. നോക്കൂ, എ സി ബൈ ബി ഡി, എ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്, സി എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. സോ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും. ബി എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്, ഡി എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. സോ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും. ഇത് തമ്മിൽ ഏത് ഫോമിലാണ് കിടക്കുന്ന, ഫ്രാക്ഷണൽ ഫോമിലാണ്. സോ ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. ഇനി അടുത്തത് എന്താണ്, കോഷ്യന്റ്. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അല്ലേ? എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി ഈസ് ഈക്വൽ ടു എ ഡി ബൈ ബി സി. ഇതും എന്താണ്, ഫ്രാക്ഷണൽ ഫോമിലാണ്. ഇതും എന്തായിരിക്കും, റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്പേഴ്സ് എടുത്ത് നോക്കാം. 3, 4, 1, 6 എന്ന് എടുക്കാം. എ ബി സി ഡി എന്ന് പറയുന്നതിന് 3, 4, 1, 6 എടുത്താൽ നിങ്ങൾ നോക്കൂ 3/4 പ്ലസ് 1/6 അല്ലേ? 3/4 പ്ലസ് 1/6 എന്ന് പറയുമ്പം 6 3s are 18 പ്ലസ് 4/24 ഈസ് ഈക്വൽ ടു 22/24. രണ്ടിനും നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. 11/12 കണ്ടോ, ഇത് ഫ്രാക്ഷണൽ ഫോമിലാണ്. അതുകൊണ്ട് ഇത് റാഷണൽ ആണ്. ഇതുപോലെ തന്നെ നമ്മൾ നമ്പേഴ്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തായിരിക്കും, റാഷണൽ നമ്പേഴ്സ് തന്നെ ആയിരിക്കും.